ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന ബംഗ്ലാദേശ് ഭരണകൂടത്തിനെതിരെ കേരളത്തിലും നാളെ മുതൽ വലിയ രൂപത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നു. ഡിസംബർ 4, 5, 6 തീയതികളിലാണ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പ്രകടനങ്ങളും റാലികളും ഐക്യദാർഢ്യ സമ്മേളനങ്ങളും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശ് മതന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. ഹിന്ദു ആചാര്യനും ഇസ്കോൺ സന്യാസിയുമായ പ്രഭു ചിന്മയ് കൃഷ്ണദാസിനെ ജയിലിലടച്ച നടപടി പിൻവലിച്ച് അദ്ദേഹത്തെ നിരുപാധികം മോചിപ്പിക്കുക എന്ന ആവശ്യം പ്രതിഷേധ സമ്മേളനങ്ങളിൽ ഉയരും. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങൾ നേരിടുന്ന അക്രമങ്ങൾക്കെതിരെ ലോകവ്യാപകമായി പ്രതിഷേധം അരങ്ങേറുകയാണ്. കഴിഞ്ഞ ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീന സർക്കാരിനെ പുറത്താക്കി സൈന്യത്തിന്റെ പിന്തുണയോടുകൂടി മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യവ്യാപകമായി ഹിന്ദുക്കൾക്ക് നേരെ അക്രമങ്ങൾ അരങ്ങേറുകയാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വീടും വ്യാപാര സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ആക്രമണത്തിനിരയായി. ഇതിനെതിരെ നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾക്ക് നേതൃത്വം കൊടുത്തതിന്റെ പേരിലാണ് ചിന്മയ് കൃഷ്ണദാസിനെതിരെ കേസെടുത്ത് ജയിലിൽ അടച്ചത്. ഇസ്കോണിനെ നിരോധിക്കാനുള്ള ശ്രമവും നടക്കുന്നു. എന്നാൽ ഈ ആവശ്യം ഉന്നയിച്ച് സമർപ്പിക്കപ്പെട്ട ഹർജി ബംഗ്ലാദേശ് ഹൈക്കോടതി തള്ളിയിരുന്നു. ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വേട്ടയെ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ചികിത്സയ്ക്കായി ഇന്ത്യയിലെത്തുന്ന ബംഗ്ലാദേശികൾക്ക് ചികിത്സ നൽകില്ല എന്ന് കൊൽക്കത്തയിലെ പല ആശുപത്രികളും ശക്തമായ രൂപത്തിൽ നിലപാടെടുത്തിട്ടുണ്ട്. ഇന്ന് ജമാഅത്തെ ഇസ്ലാമി എന്താണോ ബംഗ്ലാദേശിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനപ്പുറമായിരിക്കും കുറച്ചുകൂടി ഈ ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ വേരോടിക്കഴിഞ്ഞാൽ ഈ സ്വതന്ത്ര ഭാരതത്തിൽ പലയിടങ്ങളിലായി ഇവരെ തെന്നിയും തെറിച്ചും വളർന്നു വന്നാൽ ഇതിനേക്കാൾ ഏറെ പ്രത്യാഘാതം ഈ സ്വതന്ത്ര ഭാരതം അനുഭവിക്കേണ്ടി വരും. ഇസ്കോൺ സന്യാസിമാർക്കെതിരായ നടപടികളിൽ ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്ര ബന്ധം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. 2 സന്യാസിമാരെ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ വിശദീകരണം ഉചിതമല്ല എന്നാണ് ഇന്ത്യ ബംഗ്ലാദേശിനെ അറിയിച്ചത്. പ്രതിഷേധത്തിന്റെ ഭാഗമായ ഇസ്കോൺ അംഗങ്ങളുടെ തിരോധാനം ആശങ്കയുണ്ടാക്കുന്നതാണെന്നും ന്യൂനപക്ഷങ്ങൾക്കെതിരായി ബംഗ്ലാദേശിൽ നടക്കുന്ന അതിക്രമങ്ങൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളുടെ ലംഘനമാണെന്നും ഇന്ത്യ നിലപാടുറച്ചു. ഇത് ബംഗ്ലാദേശിനെ കൃത്യമായി തരാതരം ബംഗ്ലാദേശിൽ ഈ പ്രശ്നം തുടങ്ങിയ അന്നു മുതൽ ഇന്ത്യ അറിയിച്ചുകൊണ്ടേയിരിക്കുന്നു, മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു, മുൻകരുതലുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ ബംഗ്ലാദേശ് സ്ഥാനപതി വഴിയാണ് ഇന്ത്യ തങ്ങളുടെ എതിർപ്പും പ്രതിഷേധവും ഈ വിഷയത്തിലെ ശക്തമായിട്ടുള്ള നിലപാടും അറിയിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് അതിന്റെ ആത്മീയ നേതാവ് ചിന്മയ് കൃഷ്ണദാസിനെ ബംഗ്ലാദേശ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിന്മയ് കൃഷ്ണദാസിനെതിരെ രാജ്യദ്രോഹ കുറ്റമാണ് പോലീസ് ചുമത്തിയത്. അതിന് പിന്നാലെ അറസ്റ്റിൽ വ്യാപകമായ പ്രതിഷേധവും അരങ്ങേറിയിരുന്നു. സംഘർഷത്തിനിടയിൽ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായ സെയ്ഫുൽ ഇസ്ലാം അലിഫ് കൊല്ലപ്പെട്ടിരുന്നു. കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് കൃഷ്ണദാസ് നിലവിൽ ചിറ്റഗോങ്ങിൽ ജയിലിലാണ്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 25 തീയതി ബംഗ്ലാദേശിലെ ലാൽദിഗി എന്ന് പറയുന്ന മൈതാനത്തിൽ നടന്ന റാലിയുമായി ബന്ധപ്പെട്ടായിരുന്നു ചിന്മയ് കൃഷ്ണദാസ് അടക്കം 18 ഹിന്ദു നേതാക്കൾക്കെതിരെ കേസെടുത്തത്. ദേശീയ പതാകയെ അപമാനിച്ചു, നിന്ദിച്ചു എന്ന് കാണിച്ച് ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ഖാലിദാസിയ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി കൊടുവാലി പോലീസ് സ്റ്റേഷൻ അവിടെയാണ് പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചിന്മയ്ക്കെതിരെ കേസെടുത്ത് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ശേഷം കൃഷ്ണദാസ് അടക്കം 17 ഹിന്ദു നേതാക്കളുടെ ബാങ്ക് അക്കൗണ്ടുകൾ സർക്കാർ മരവിപ്പിച്ചു. ബംഗ്ലാദേശ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റിന്റേതായിരുന്നു നടപടി. 17 ഹിന്ദു നേതാക്കളുടെ അക്കൗണ്ടുകളുടെ എല്ലാ ഇടപാടുകളും അടുത്ത 30 ദിവസത്തേക്ക് നിർത്തിവെക്കാൻ ബാങ്കുകൾക്ക് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് നിർദ്ദേശം നൽകി. ചിന്മയ് കൃഷ്ണദാസ് അടക്കമുള്ളവരുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ പരിശോധിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളാകുന്ന ഹിന്ദുക്കൾ അനുഭവിക്കുന്ന യാതനകളും വേദനകളും ഇതുവരേക്കും കേരളത്തിലെ മാധ്യമങ്ങൾ ഈ മുസ്ലിങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേട്ടക്കാരുടെ ജാതിയും മതവും രാഷ്ട്രീയവും നോക്കി മാത്രം പ്രതികരിക്കുന്ന ഈ വിഭാഗം ഇതുവരെ ഈ വിഷയത്തെ സംബന്ധിച്ച് ഹൈലൈറ്റ് ചെയ്ത് വാർത്തകൾ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് മതഭീകര ഭരണകൂടത്തിനെതിരെ പോരാടുന്ന ബംഗ്ലാദേശി ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളത്തിൽ ഉടനീളം
3, 4, 5 തീയതികളിൽ പ്രകടനവും മഹാസമ്മേളനവും നടത്തുമെന്ന് ബംഗ്ലാദേശ് മത ന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതി പ്രഖ്യാപിച്ചത്. ഹിന്ദു ആചാര്യനും ബംഗ്ലാദേശ് സമ്മിളിത സനാതൻ ജാഗ്രൺ ജ്യോത് നേതാവുമായ പ്രഭുവാണ് ചിന്മയ് കൃഷ്ണദാസ്. അദ്ദേഹത്തെ ജയിലിൽ അടച്ച കടുത്ത മനുഷ്യാവകാശ ലംഘന നടപടി പിൻവലിച്ച് അദ്ദേഹത്തെ നിരുപാധികം മോചിപ്പിക്കണമെന്ന് സമ്മേളനത്തിൽ ആവശ്യങ്ങൾ ഉയരും. ബംഗ്ലാദേശിൽ ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ബൗദ്ധ സമൂഹത്തിനെതിരെ തുടരുന്ന ക്രൂരമായ അതിക്രമങ്ങൾക്കെതിരെ ലോകവ്യാപകമായി ഉയരുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ടാണ് നാളെ മുതൽ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും നടക്കുന്ന ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ. സംസ്ഥാനത്തെ ജില്ലാ കേന്ദ്രങ്ങളിൽ 3 ദിവസമായി സംഘടിപ്പിക്കുന്ന ഐക്യദാർഢ്യ മഹാസമ്മേളനത്തിൽ ബംഗ്ലാദേശിലെ മത ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള കിരാത അക്രമങ്ങൾ അവസാനിപ്പിക്കണം, അതിനെതിരെ വലിയ രൂപത്തിൽ പ്രതിഷേധമാണ് ഉയർത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നാളെ വൈകിട്ട് 5:30 സെക്രട്ടേറിയറ്റ് നടയിൽ നിന്ന് ആരംഭിക്കുന്ന ഐക്യദാർഢ്യ മഹാറാലി പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ സമാപിക്കും. ഇടുക്കി ജില്ലയുടെ പ്രകടനം ഉച്ചയ്ക്ക് 2 മണിക്ക് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച് ഗാന്ധി സ്ക്വയറിൽ സമാപിക്കും. പത്തനംതിട്ട സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷനിൽ വൈകിട്ട് 4 മണിക്ക് തുടങ്ങുന്ന റാലി നഗരത്തിൽ സമ്മേളനത്തോടുകൂടി സമാപിക്കും. കൊല്ലത്ത് ചിന്നക്കടയിൽ വൈകിട്ട് 4 മണിക്കും കോട്ടയം തിരുനക്കര പഴയ ബസ് സ്റ്റാൻഡ് മൈതാനത്ത് വൈകിട്ട് 5 മണിക്കുമാണ് ഐക്യദാർഢ്യ സമ്മേളനം. ആലപ്പുഴയിൽ മുല്ലയ്ക്കൽ ജോൺസ് ഗ്രൗണ്ടിൽ നിന്ന് വൈകിട്ട് 4 മണിക്ക് ആരംഭിക്കുന്ന റാലി മുനിസിപ്പൽ നഗര ചതുരത്തിൽ സമ്മേളനത്തോടുകൂടി അവസാനിക്കും. മലപ്പുറത്ത് രാവിലെ 10 മണിക്ക് കളക്ടറേറ്റ് പടിക്കൽ സമ്മേളനം ചെയ്യും. 4 മണി മുതൽ 3 മണി വരെ 4-ാം തീയതി 3 മണിക്കാണ് കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്ര പരിസരത്ത്, വൈകിട്ട് 5 മണിക്ക് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് റോഡിലും കണ്ണൂർ സ്റ്റേഡിയം കോർണറിലും സമ്മേളനം ചെയ്യും. എറണാകുളത്ത് വൈകിട്ട് 4:30 ബോട്ട് ജെട്ടിയിൽ നിന്ന് ആരംഭിക്കുന്ന റാലി ഹൈക്കോടതി ജംഗ്ഷനിൽ വഞ്ചി സ്ക്വയറിൽ സമ്മേളനത്തോടുകൂടി അവസാനിക്കും. 5-ാം തീയതി വൈകിട്ട് 5 മണിക്ക് കോഴിക്കോട് മുതലക്കുളം മൈതാനത്തും തൃശൂർ തെക്കേ ഗോപുര നടയിലും വയനാട് കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തും സമ്മേളനം നടക്കുമെന്ന് ബംഗ്ലാദേശ് ന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതിയാണ് അറിയിക്കുന്നത്. ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വേട്ട അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് ആ ഇരകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിന്റെ പേരിലാണ് 2 സന്യാസിമാരെ പിടിച്ച് ജയിലിലിട്ടതും 17ഓളം സന്യാസിമാരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതും. ഒരു കമ്പിൽ ബംഗ്ലാദേശിന്റെ ദേശീയ പതാകയും ഹിന്ദുക്കളുടെ ഇവരുടെ ശ്രീകൃഷ്ണ ഇവരുടെ ഒരു ട്രസ്റ്റ് ഉണ്ട്, അതിന്റെ കൊടിയും ഒരുമിച്ച് കെട്ടി എന്നുള്ളതാണ് ചിന്മയ് കൃഷ്ണദാസിന്റെ മേൽ ആരോപിക്കുന്ന രാജ്യദ്രോഹ കുറ്റം. അതിന്റെ പേരിലാണ് അദ്ദേഹത്തെ ജയിലിലാക്കിയതും പ്രക്ഷുബ്ധരായ ജനക്കൂട്ടം തടിച്ചുകൂടി പ്രതിഷേധ നടപടികളുമായിട്ട് മുന്നോട്ട് പോയതും. ഇനിയും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കു വേണ്ടി അവർക്കു വേണ്ടി സംസാരിച്ച അവരെ ജയിലിലടച്ച നടപടിക്കെതിരെ കേരളത്തിൽ മുഴുവനും പ്രതിഷേധ പരിപാടികൾ അരങ്ങേറിയാൽ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയും ബംഗ്ലാദേശിലേതുപോലെ തന്നെ ഇവരെയൊക്കെ പിടിച്ച് ജയിലിൽ അടയ്ക്കാനും ഇവരെയൊക്കെ ആക്രമിക്കാനും കൊല്ലാനും ബലാത്കാരം ചെയ്യാനും ഒക്കെയുള്ള നടപടികൾ ആരംഭിച്ചാൽ നമുക്ക് അത്ഭുതമൊന്നും പറയാനില്ല. ജമാഅത്തെ ഇസ്ലാമിയാണ് ആളുകൾ, അവരുടെ ഇസ്ലാം മത മൗലികവാദമുണ്ട്, രാഷ്ട്രവാദം. അള്ളാഹുവിന്റെ ഭരണത്തിന്റെ കീഴിലാണ് നമ്മൾ ഇരിക്കേണ്ടത്. ഭരണഘടന അള്ളാഹുവിൻ്റെതായിരിക്കണം. അള്ളാഹുവിനെ ആരാധിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഭരണാധികാരിയായിരിക്കണം ഭരിക്കേണ്ടത്. അതല്ലാതെ ഷിർക്ക് ചെയ്യുന്ന, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഒരു ഭരണാധികാരിയോട് യോജിച്ചു പോകാൻ ഒരു കാലത്തും ഇവർക്ക് പറ്റില്ല എന്ന് ഇവരുടെ തന്നെ സംഘടനാ നേതാവായ അബുൽ അല മൗദൂദി കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകത്തിന്റെയും മുഖവുരയിൽ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ദേശീയതയ്ക്കും ഞങ്ങൾ എതിരാണ് എന്ന മുദ്രാവാക്യവും മുഴക്കിയിട്ടുണ്ട്. ഇതുവരെ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകങ്ങളും നിരോധിച്ചിട്ടില്ല. ജനാധിപത്യത്തിനെതിരായ ആശയം നൽകിയിട്ട് പോലും. നന്ദി.